ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ അന്യഗ്രഹ ജീവികളെ തേടി നടക്കുന്നുണ്ട്. പക്ഷേ ഇത്ര കാലം നമ്മുടെ കൺമുന്നിൽ തന്നെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും വാസ്തവം. സംഭവം കോൺട്രവേഴ്ഷ്യൽ ആണ്, അതിനെപ്പറ്റി പറയാണ്ടിരിക്കാൻ വയ്യ. പക്ഷേ ഇത് വളരെയധികം ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. മോഡേൺ ബയോളജിയിലെ ഏറ്റവും വലിയ നിഗൂഢതയാണ് ഈ ഒരു സംഭവം. ലിറ്ററലി ഇതിനെപ്പറ്റി ഒരു പിയർ റിവ്യൂഡ് ആയിട്ടുള്ള സയന്റിഫിക് പേപ്പർ അടക്കം റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ക്രീച്ചർ നമ്മുടെ ഭൂമിയിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു ജീവജാലമല്ല എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള പഠനമാണിത്. ഞാൻ പറഞ്ഞു വരുന്നത് നീരാളി അല്ലെങ്കിൽ ഒക്ടോപസ് എന്ന് പറയുന്ന ആ ഒരു ഫാസിനേറ്റിംഗ് ക്രീച്ചറിനെ പറ്റിയിട്ടാണ്. എന്തുകൊണ്ടാണ് നീരാളിയെ നമ്മുടെ ഭൂമിയിലുള്ള അന്യഗ്രഹ ജീവി എന്ന് പറയുന്നത് എന്ന് നമുക്ക് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരുപാടധികം ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി ഈ ഒരു സംഭവത്തെ ബാക്കിയുള്ള ജീവജാലങ്ങളെയും വെച്ച് നമുക്ക് ചെറുതായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഭൂമിയിൽ കണ്ടുവരുന്ന ഒട്ടുമിക്ക ജീവജാലങ്ങളെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതൊരു കോമൺ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും ഫോളോ ചെയ്തു വരുന്നത്. അതിനുവേണ്ടി മനുഷ്യരെ തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുത്തു നോക്കിയാൽ മതി. നമ്മൾക്ക് ഒരു സ്പൈനൽ കോഡ് ഉണ്ട്, ഒരു അസ്ഥികൂട് ഉണ്ട്, ഒരു ഫ്രെയിം ഉണ്ട്, അതോടൊപ്പം അയൺ റിച്ച് ആയ ചുവന്ന കളറിലുള്ള രക്തമുണ്ട്. ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന ഒട്ടുമിക്ക ജീവജാലങ്ങളും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഈ പറയുന്ന സംഭവങ്ങളെയൊന്നും യാതൊരു മൈൻഡും കൂടി ചെയ്യാത്ത ഒരു ജീവജാലമാണ് ശരിക്കും നീരാളി എന്ന് പറയുന്നത്. ബേസിക്കലി നീരാളി എന്ന് പറയുന്നത് ഒരു ഒച്ചിന്റെ വർഗത്തിൽപ്പെട്ട ഒരു ജീവജാലം മാത്രമാണ്. പക്ഷേ ഇതിനെ ഏറ്റവും കൂടുതൽ യുണീക്ക് ആക്കുന്നത് അതിന്റെ ഇന്റലിജൻസ് ആണ്. ഒരു പക്ഷെ നമ്മൾക്കാർക്കും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ക്രീച്ചർ ആണ് ശരിക്കും ഇത്. വേറൊന്നല്ല, ഇവയുടെ ആ ഒരു ഇന്റലിജൻസ് ഇല്ലേ, അത് ഇപ്പോഴത്തെ ന്യൂറോ സയന്റിസ്റ്റ് അടക്കം അനലൈസ് ചെയ്ത് കോരിത്തരിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ശരീരത്തിൽ എത്ര തലച്ചോറുണ്ട്? ഒരു മണ്ടജ്യോതിയാണെന്ന് എനിക്കറിയാം, ഒരൊറ്റ തലച്ചോറ് മാത്രമാണ് നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലുള്ളത്. പക്ഷേ ഒരു നീരാളിയുടെ ശരീരത്തിൽ ഒന്നല്ല 9 തലച്ചോറാണുള്ളത്. ഒരൊറ്റ സെൻട്രൽ ആയിട്ടുള്ള മെയിൻ ബ്രെയിനും ഓരോരോ കൈകൾക്ക് ഓരോരോ ബ്രെയിനും വെച്ചാണ് ഈ ഒരു സംഭവത്തിനുള്ളത്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നീരാളിയുടെ 8 കൈകൾക്കും ഓരോരോ ബ്രെയിൻ വെച്ചുണ്ട്. അതായത് ഓരോരോ കൈ എന്ന് പറയുന്നത് ഓരോരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ആണ്. ഇവിടെ ഓരോ കൈക്കും അതിൻ്റെതായിട്ടുള്ള വീണ്ടും വിചാരങ്ങളുണ്ട്. അതിന്റെ അർത്ഥം വേറൊന്നല്ല, അതിന്റെ സെൻട്രൽ ബ്രെയിനിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടാണ്ട് തന്നെ ഇതിന്റെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബ്രെയിൻസിനും തീരുമാനം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അഥവാ ഇതിന്റെ ഒരു കൈ ഇതിന്റെ ശരീരത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോയി എന്ന് നിങ്ങൾ വിചാരിക്കുക, ആ ഒരു കൈ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ജീവിയെ പോലെ ബിഹേവ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരൊറ്റ കൈക്ക് വേദനയോട് റിയാക്ട് ചെയ്യാൻ കഴിയും, അതിന് ഭക്ഷണത്തെ തേടി പിടിക്കാൻ കഴിയും. അങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ബ്രെയിൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അത് മുഴുവനും ഈ സെപ്പറേറ്റ് ആയി വന്നിരിക്കുന്ന ആ ഒരു കൈക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നീരാളിയുടെ ശരീരത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോയ ആ ഒരു കൈയില്ലേ, അത് വളരെയധികം ചുരുങ്ങിയ സമയം കൊണ്ട് പുതിയ ഒരു കൈയായിട്ട് വളർന്നു വരികയും ചെയ്യും. വേറൊന്നല്ല, ഇത്രയും കാര്യങ്ങൾ ഒരു ജീവജാലത്തിന് നമ്മുടെ ഭൂമിയിൽ വെച്ച് സംഭവിക്കണമെങ്കിൽ അത് വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കണം. ഇതുവരെ നമ്മൾക്കാർക്കും കണ്ടു പരിചയമില്ലാത്ത ഒരു സിസ്റ്റമാണ് ശരിക്കും നീരാളിക്കുള്ളത്. സാധാരണ ഭൂമിയിൽ കണ്ടുവരുന്ന ഒട്ടുമിക്ക ജീവജാലങ്ങൾക്കും സ്കെലിറ്റൻ അല്ലെങ്കിൽ ഒരു എക്സോ സ്കെലിറ്റൻ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിനുള്ളിലാണ് സ്കെലിറ്റൻ അല്ലെങ്കിൽ അസ്ഥികൂടം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻഡോ സ്കെലിറ്റൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ജീവജാലങ്ങളാണ്. അതുപോലെ തന്നെ അസ്ഥികൂടം പുറത്ത് കണ്ടുവരുന്ന ജീവജാലങ്ങളെയാണ് നമ്മൾ എക്സോ സ്കെലിറ്റൻ ക്രീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ ഞണ്ടുകളുണ്ട്, ലോബ്സ്റ്റേഴ്സ് ഉണ്ട്, ആമയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ആ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. എന്നാൽ ഈ രണ്ട് വിഭാഗത്തിലും പെടാത്ത ഒരു സംഭവമാണ് ശരിക്കും നമ്മുടെ നീരാളി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സംഭവത്തിന് എല്ലെന്ന് പറയുന്ന ആ ഒരു കാര്യം ഇല്ല. നീരാളികളുടെ ശരീരത്തിൽ ഒരു സ്കെലിറ്റൽ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് ഏത് ചെറിയ സ്പേസിലൂടെയും അകത്തേക്ക് കയറി പോകാൻ കഴിയും. ഇങ്ങനെ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഏതൊരു എൻവയോൺമെന്റിലൂടെയും അഡാപ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് ജീവിക്കാൻ സാധിക്കും. എന്നാൽ ഒന്നിനും ഒരു കുറവ് വരുത്തണ്ട എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം ഈ ഒരു സംഭവത്തിന് 3 ഹാർട്ടാണുള്ളത്. അതിൽ 2 ഹാർട്ട് ആയിക്കോട്ടെ ഇതിന്റെ ഇരുവശത്തും കണ്ടുവരുന്ന ഗിൽസിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹാർട്ട് മാത്രമാണ്. ബാക്കി കണ്ടുവരുന്ന ഒരു ഹാർട്ടാണ് ഈ ഒരു സംഭവത്തിന്റെ ശരീരം മുഴുവനും ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ഇവിടെ ബ്ലഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരു ഒക്ടോപസിന്റെ ബ്ലഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു റെഡ് കളർ ബ്ലഡ് അല്ല, പകരം അതൊരു ബ്ലൂ കളർ ബ്ലഡ് ആണ്.
അതിന്റെ കാരണം വേറെ ഒന്നല്ല, നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലൂടെ ഓടിപ്പോകുന്ന ആ ഒരു രക്തമില്ലേ, അത് ശരിക്കും അയൺ ബേസ്ഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിന് ഒരു ചുവന്ന കളർ ഉള്ളത്. പക്ഷേ ഒരു നീരാളിയുടെ രക്തത്തിൽ കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഹീമോസൈനിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നീരാളിയുടെ രക്തത്തെ നീല കളറായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഹീമോസൈനിൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം വളരെയധികം തോട്ട്ഫുൾ ആണ്. സംഭവം എന്താ വെച്ചാൽ, നീരാളികൾ ചില സമയങ്ങളിലെല്ലാം തീരെ ഓക്സിജൻ ലഭിക്കാത്ത അന്തരീക്ഷങ്ങളിലെല്ലാം ജീവിക്കേണ്ട ഒരു ആവശ്യകത വരും. അത്തരം സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഹീമോസൈനിൻ ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഇവിടെ കേട്ട് പഴകിയ കാര്യങ്ങൾ തന്നെയായിരിക്കാം. പക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്നതാണ് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള, കുറച്ചുകൂടി ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. DNA മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിന്റെ അർത്ഥം വേറൊന്നല്ല, എവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത് DNA മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് എവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു സംഗതി നടന്നു പോകുമ്പോൾ DNA ആവശ്യമുള്ളതും അത്യാവശ്യമുള്ള സംഗതികൾ മാത്രം എടുത്തു വെച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും DNA മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എവല്യൂഷനിലൂടെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് അഡാപ്റ്റ് ആയി വരുന്നത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മനുഷ്യർക്ക് ഇപ്പോ ചെവി അനക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. ബേസിക്കലി ചെവി അനക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ശബ്ദം ഏതൊക്കെ ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത് എന്ന് പിൻ പോയിന്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ തിരിഞ്ഞു നോക്കാണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചെവി അനക്കാനുള്ള കഴിവ് നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ആവശ്യകത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആൾക്കാരിൽ വെറും 10% ആൾക്കാർക്ക് മാത്രമാണ് ചെവി അനക്കാനുള്ള ആ ഒരു കഴിവുള്ളൂ. ആ ഒരു 10%-ൽ ഞാനും ഉൾപ്പെടും. ഈ ഒരു സംഭവം നമ്മൾ ആരും തന്നെ അറിയാണ്ടാണ് ഇല്ലാണ്ടായി പോയത്. അതായത് നമ്മുടെ DNA ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു സംഗതിയാണത്. വളരെ 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 സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ എല്ലാത്തിന്റെ മാസ്റ്റർ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് DNA എന്ന് പറയുന്ന ഈ ഒരു സംഗതി മാത്രമാണ്. ഇവിടെ RNA ഉപയോഗിച്ച് പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കും. അത് നേരെ ഒരുപാടധികം പ്രോട്ടീൻസ് ഉണ്ടാക്കും. ഈ ഒരു പ്രോസസ്സ് പയ്യെ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് ശരിക്കും ഈ ഒരു DNA ചേഞ്ചസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കാണാൻ കഴിയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരും തന്നെ അറിയാണ്ട് വരുന്ന ഒരു സംഗതിയാണ്. പക്ഷെ നീരാളികൾക്ക് അവരുടെ DNA അകത്ത് കൊണ്ടുവരുന്ന RNA സ്വയം എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള കഴിവുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഒരു നീരാളിനെ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഈ നീരാളി ഇപ്പോൾ ജീവിച്ചു വരുന്നത് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലാണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക. അങ്ങനെ കുറച്ച് മാസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവിടുത്തെ കാലാവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ഇവിടുത്തെ ആ ഒരു നോർമൽ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ മാറി വളരെയധികം തണുത്ത വെള്ളമായിട്ട് അത് മാറുന്നു. പക്ഷെ നീരാളിക്ക് ജീവിക്കാൻ കഴിയുന്ന ആ ഒരു വെള്ളത്തിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു നോർമൽ ടെമ്പറേച്ചർ മാത്രമാണ്. ഇതിപ്പോ നീരാളിയല്ല, വേറെ ഏതെങ്കിലും ഒരു ജീവജാലമാണെങ്കിൽ ഇത്തരത്തിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനോട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാത്രം ആ ഒരു ജീവജാലം ഇല്ലാണ്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നീരാളിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നില്ല. കാരണം നീരാളികൾക്ക് മറ്റുള്ള ജീവജാലങ്ങളെ പോലെ ആയിരക്കണക്കിന് വർഷങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു എവല്യൂഷനൊക്കെ സംഭവിച്ച് ആ ഒരു ടെമ്പറേച്ചറിനോട് അഡാപ്റ്റ് ചെയ്ത് വരേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. പകരം ഇവിടുത്തെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ മാറുന്നുണ്ട് എന്നിവർക്ക് മനസ്സിലായാൽ ഉടൻ തന്നെ അവർക്ക് അവരുടെ DNA അകത്ത് കണ്ടുവരുന്ന RNA മോഡിഫൈ ചെയ്ത് അത് ആ ഒരു തണുപ്പ് വെള്ളത്തിനായിട്ട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ തക്കതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതായത് വണ്ടികളുടെ മോഡുകൾ മാറ്റുന്ന അതേ സിറ്റുവേഷൻ തന്നെയാണ് ഈ നീരാളിക്കും ചെയ്യാൻ കഴിയുന്നത്. ഈ ഒരു പ്രത്യേകത നീരാളികളോടൊപ്പം തന്നെ സ്ക്വിഡിനും കട്ടിൽ ഫിഷ് എന്ന് പറയുന്ന ആ ഒരു ജീവജാലത്തിനും ഉണ്ട്. നീരാളികളുടെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് അതിന്റെ നിറം മാറാനുള്ള കഴിവ്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ കേവലം സെക്കൻഡുകൾ കൊണ്ടാണ് ആ ഒരു സംഭവത്തിന്റെ നിറം മാറിയിട്ട് അതൊരു പുതിയ നിറവുമായിട്ട് അഡാപ്റ്റ് ആവുന്നത്. ഈ ഒരു സംഗതി നമ്മൾ ടെക്നിക്കലി ആലോചിക്കുകയാണെങ്കിൽ വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം എവല്യൂഷൻ വഴി ഉണ്ടായി വരണമെങ്കിൽ ആയിരക്കണക്കിന് കോടി വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് സയൻസ് പറയുന്നത്. പക്ഷേ അതിനോടൊക്കെ വിപരീതമായിട്ട് വെറും 27 കോടി വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് നീരാളിക്ക് ഈ ഒരു കഴിവ് എവല്യൂഷനിലൂടെ ഉണ്ടായി വരുന്നത്. 27 കോടി വർഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ സംഖ്യയായിട്ട് നമുക്ക് തോന്നിക്കാം. പക്ഷേ എവല്യൂഷൻ ടൈം സ്കെയിൽ നോക്കുകയാണെങ്കിൽ അതൊരു ചെറിയ സംഖ്യ മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് വളരെയധികം റെസ്പെക്റ്റഡ് ആയിട്ടുള്ള 33 ശാസ്ത്രജ്ഞന്മാർ ഈ ഒരു സംഭവത്തെ പറ്റി റിസർച്ച് ചെയ്യുന്നത്.
ഇവരുടെ റിസർച്ചിൽ നിന്ന് ഇവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഒരു സംഭവം, അതായത് ഒക്ടോപസ് എന്ന് പറയുന്ന ഈ ഒരു ക്രീച്ചർ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായി വന്ന ഒരു സംഭവമല്ല. ഭൂമിയിൽ നിന്നല്ലെങ്കിൽ വേറെ എവിടെ നിന്നാണ് എന്നുള്ളൊരു ചോദ്യമായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അവിടെയാണ് പാൻസ്പെർമിയ എന്ന് പറയുന്ന ആ ഒരു തിയറിയുടെ എക്സിസ്റ്റൻസ് വരുന്നത്. സംഗതി വേറൊന്നല്ല, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഭൂമിയിലേക്ക് എന്തെങ്കിലും ഒരു ഉൽക്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വന്ന് പതിക്കുന്നു. ഇത്തരം ഉൽക്കകളിൽ എന്തെങ്കിലും രീതിയിലുള്ള ജീവജാലങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇത്തരം ജീവജാലങ്ങൾ ഈ ഉൽക്ക നമ്മുടെ ഭൂമിയിൽ വന്ന് പതിച്ചിട്ടും സർവൈവ് ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്യഗ്രഹത്തിൽ നിന്ന് വരുന്ന ഒരു ജീവജാലം നമ്മുടെ ഭൂമിയിൽ വന്ന് വീണു എന്നതാണ് അതിന്റെ അർത്ഥം. ഇത്തരം ജീവജാലങ്ങൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇവോൾവ് ആയി വന്നതായിരിക്കാം നമ്മളിപ്പോ ഈ കാണുന്ന ഈ ഒരു അന്യഗ്രഹ ജീവി, അല്ല ഈ പറയുന്ന ഒക്ടോപസ് എന്ന് പറയുന്നത്. ഇത് കേട്ടിരിക്കാൻ വളരെയധികം രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ ലോകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളാണ് നടന്നു പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ആ ഒരു സംഭവത്തിന്റെ പുറകെയാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ്. ഏലിയൻ UFO എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഒരു കോൺസ്പിറസി തിയറി ആയിട്ട് തള്ളിക്കളയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നാളത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒക്ടോപസ് എന്ന് പറയുന്ന ഈ ഒരു ജീവജാലം നമ്മുടെ ഭൂമിയിൽ തന്നെ ഇവോൾവ് ആയി വന്ന ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ക്രീച്ചർ മാത്രമാണോ, അതോ ഈ പറയുന്ന പോലെ അന്യഗ്രഹത്തിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ലോകോത്തരമായിട്ടുള്ള ആ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നാളെ കാണാം.